ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. അതാണ് ചന്തു. ആറാട്ടെണ്ണൻ എഴുതി വെച്ചെന്ന് ഫേസ്ബുക്കിലെങ്ങാണ്ട്. ചില സിനിമാ നടികളൊക്കെ വേശ്യകളാണ്. എന്തുവാണ് ഇത്? എന്തും പറയാലോ. ആറാട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏതോ സ്ത്രീ പോയി, അല്ല ഏതോ നടി പോയി പരാതി കൊടുത്തു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു പറഞ്ഞുകൊണ്ട്. എനിക്കറിയത്തില്ല എങ്ങനെ അപമാനമാകുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വേശ്യ? പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രൊഫഷൻ ആണെന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഇറ്റ്സ് എ പ്രൊഫഷൻ. അപ്പോ ചില നടികൾ നേഴ്സുമാരാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരു നടി പോയി പരാതിപ്പെടുന്നത്? അയാൾ നേഴ്സ് അല്ലാത്തതുകൊണ്ടാണെന്ന് വേണേൽ അയാൾക്ക് പറയാൻ പറ്റും. അതുപോലെ പക്ഷെ മറ്റേത് പറയാൻ പറ്റില്ല. അപമാനിച്ചു എന്ന് പറയാൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ല, അപമാനിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ. കാരണം ഇതൊരു പ്രൊഫഷൻ ആണല്ലോ. അതെ, പ്രൊഫഷൻ. ഒരു തൊഴിൽ ചെയ്യുന്ന ആള് അങ്ങനെയുണ്ട്. സിനിമാ നടികളിൽ ചിലർ എന്താ പറയണ്ടേ, സ്ത്രീകളാന്നല്ലേ പറയണ്ടേ, അവർ ഡോക്ടേഴ്സാണ് അല്ലേ? സായി പല്ലവി ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, എന്താ മറ്റേ ലക്ഷ്മി, ഇതിനകത്തൊക്കെ ഉള്ള നമ്മുടെ മറ്റേ ലക്ഷ്മി ഇല്ലടൂ, ഈ മായാനദിയിലൊക്കെ ഉള്ള ഐശ്വര്യലക്ഷ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും അങ്ങനെ പറ്റത്തില്ല. അനാർക്കലി വരയ്ക്കാനും എനിക്ക് കിളികളെ വേടം കുലുക്കും ഇക്കഥയ്ക്ക് ഉത്തരം തേടും. എനിക്ക് കുഞ്ഞിനെ തൊട്ട് എനിക്ക് അനാർക്കലി വരയ്ക്കാൻ അതിനകത്ത് നമുക്കത് അങ്ങനെ പിന്നെ ആരുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്? ഡോക്ടറാന്ന് പറഞ്ഞു. ഏത്? ചില നടികൾ ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടറായ നടി, ഡോക്ടർ അല്ലാത്തൊരു നടി, അല്ലാത്തൊരു നടി, ആയ നടിയുണ്ട്, അല്ലാത്ത നടിയുണ്ട്. ആയ നടിയും അല്ലാത്ത നടിയും കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്, സ്ത്രീത്വത്തെ അവമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ? ഇല്ലല്ലോ. നോ 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 ഈസ് നോ നോ സ്നോ നോ ഈസ് നോ 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 നോ നോയിസ്. ഓക്കെ, അപ്പൊ അത് പിന്നെ ചില നടികൾ എന്നാ പറഞ്ഞത്. അപ്പോ അഥവാ അങ്ങനെ ഒരു പല അവസരത്തിൽ പലർക്കും പല ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. എല്ലാ നടികളും അങ്ങനെ എല്ലാരും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അതിനൊക്കെ പ്രശ്നമൊന്നുമില്ല. ചില നടികൾ, എനിക്കറിയാം ചില നടികളെ. ബംഗാളിലൊരു നടിയുണ്ട്, അവര് പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലെ ഒന്നല്ലടോ 3 നടിമാരുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഒത്തിരി ഉണ്ട് പ്രൊഫഷണൽസ്. അവര് മറ്റേ പോൺ സ്റ്റാർസ് എന്ന് പറയുന്നവർ എന്തോ നടിയുമാണ്, എന്നാൽ അതേസമയം അവര് ഈ സെക്സ് വർക്ക് ചെയ്യുന്നു. അതുപോലത്തെ വീഡിയോ അല്ലേ അവരുണ്ടാക്കുന്നത്, പോൺ സ്റ്റാർസ്. അത് നമ്മളിവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷക്കീല പോരാ, ഇവിടെ സണ്ണി ലിയോണിയൊക്കെ എങ്ങനെയുള്ളതാ, പോൺ സ്റ്റാർസ് അല്ലേ? അപ്പൊ ചില നടികൾ പോൺ സ്റ്റാർസും ആണ്. പക്ഷെ എന്താന്നറിയോളൂ, അതിനെന്താ കുഴപ്പം? സണ്ണി ലിയോണിയുടെ വീഡിയോ കാണാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്ക് അവരെ ഇഷ്ടമല്ല. എന്താന്നറിയാം, എനിക്ക് അവരെ കാണുന്ന എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പൊതുവെ തുണ്ട് കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമല്ല പോൺ കാണുന്നത്. എന്തോ ഒരു മാനസിക പ്രശ്നമുള്ളവർ ഈ പോണൊക്കെ കാണും. അല്ല എന്തിനീ പോൺ കാണുന്നത് എനിക്കറിയത്തില്ല. പോൺ എന്തിനാ കാണുന്നത്? എനിക്ക് വേറെ പ്രശ്നമുണ്ട്. ഈ പോൺ കാണുമ്പോ എനിക്ക് പോണിനകത്ത് കഥ വേണം. എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഞാൻ പണ്ട് സ്റ്റോറി കാണുള്ളൂ, സിറ്റുവേഷൻ വേണം, സ്റ്റോറി ഒക്കെ അങ്ങനെ തുടങ്ങണം. ഇത് വെറുതെ അങ്ങോട്ട് എനിക്ക് അങ്ങനെയല്ല. ഞാൻ കണ്ടോണ്ടിരുന്ന കാലം എന്താണെന്നറിയോ, ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നേരിട്ട് ഫോണിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ കുറച്ച് പേര്. അല്ലാതെ സോഫ്റ്റ് ഫോണോ അത് ഇതൊന്നും കണ്ടിട്ടില്ല. നേരിട്ട് ട്രിപ്ലെക്സ് കാസറ്റാ. അന്നൊക്കെ നമ്മുടെയൊക്കെ കാലം എന്താ കാലം, എന്തോ ഒരു പാടുപെടണം. അപ്പൊ ഇത് പോയി തപ്പിയെടുത്ത് വീട്ടിൽ ആരും ഇല്ലാത്ത വീടുകള്, കൂട്ടുകാരുടെ വീട്ടിലേക്ക് വേറൊരുത്തന്റെ വീട്ടിലായിരിക്കും, അത് അവിടുന്ന് കൊണ്ടുവരണം. അങ്ങനെ കുറെ പണിയുണ്ട്. അപ്പൊ ഇതാരാ? ഹലോ. അപ്പൊ ഈ ഫോണെന്ന് പറയുമ്പോ ഫോൺ കാണുമ്പോഴേ ഈ ഫോണൊക്കെ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന സാധനമൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എനിക്കല്ല താൻ കാണുമോ? ഞാൻ ഇപ്പൊ കാണാറില്ല. ഇപ്പൊന്നല്ല, ഞാൻ പണ്ടും കാണുന്നില്ല. പണ്ട് ഞാൻ കാണാറുണ്ട്. പണ്ട് ഞാൻ ഫോൺസ് ഒക്കെ ഞാൻ കാണാം. ആ പ്രായത്തില് ഞാൻ. പക്ഷെ ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്യാം, ഇഷ്ടമുള്ള സാധനമൊക്കെ തപ്പി പിടിച്ചു. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഏതെങ്കിലും ഒക്കെ ഒരു ഡിസ്കോ സീഡിയോ ഒക്കെ ആയിരിക്കും. ഇത് കൊണ്ടൊന്ന് ഇട്ട് കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതിനകത്ത് എന്താന്ന്. വേറെ കാര്യമുണ്ട്, പണ്ട് ഈ ബിറ്റ് ഓടുന്ന പരിപാടി ഉണ്ട് തിയേറ്ററിൽ, അത് പറഞ്ഞുണ്ടോ? ചെറിയ ബിറ്റ്സ് ആയിട്ടൊക്കെ ഇട്ട് പടത്തിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനങ്ങനെ കാണാൻ പോകത്തില്ല. തിയേറ്ററിലൊക്കെ പോയി എല്ലാവരും അറിയും. തിയേറ്ററിൽ പോയാൽ അറിയുന്ന പറഞ്ഞാൽ ഞങ്ങള് വേറെ ഏരിയയിലോട്ടാ പോണത്. മറ്റേ അരൂര് അപ്പുറത്തോട്ടൊക്കെ പോകും. ഓ, ഞാൻ അങ്ങനെ ഒരു തുണ്ടുപടം ആലപ്പുഴയൊക്കെ പോയി. തുണ്ടുപടം മറ്റേ ആലപ്പുഴ പോയി ഷക്കീലപ്പടം വന്നില്ലേ? ആലപ്പുഴ പോയി ഷക്കീലപ്പടം കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സന്തോഷ് വർക്കി എന്താന്ന് പന്തോ ഇപ്പൊ കുറവാണോ? വേറെ രീതിയിലുള്ള. അതുകൊണ്ട് കഴപ്പിന്റെ രൂപം മാറി, ഭാവം മാറി. ഇപ്പൊ ലിക്ക മാത്രമേ ഉള്ളൂ. ഇറക്ഷൻ മാത്രമേ ഉള്ളൂ. ഇജാഗ്രേഷൻ ഇല്ല. താല്പര്യം ഉണ്ടൊന്നും നടക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് വിത്ത് ലവ് വിത്തൗട്ട്സ് ഇല്ല. അങ്ങനെയൊക്കെയാ. ഇങ്ങനെ മൂവ് ചെയ്ത് വീഡിയോ എടുക്കുന്നത് കുഴപ്പമുണ്ടോ? ഇത് കാണുമ്പോ ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് ചെയ്യുന്ന മനസ്സിലായി. ഇതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോയി അത് വീഡിയോ നമ്മളൊന്നും അറിയാം. ഓ, എന്താണോ അത്? എന്റെ ആളിയ ലുക്കോട് ലുക്ക്. അത് കൊള്ളാം. സീൻ മോനെ അങ്ക പാറ് കണ്ണ, கொஞ்சம் அங்க பாரு கண்ணா, பாரு கண்ணா, ஓடிப்போ பொண்ணு அல்ல கண்ணா. ஓ அண்ணா, ஓ என்னடா கண்ணா കാ കൂക്കി. അപ്പോ ഇത് എന്താണ് കുഴപ്പം അങ്ങനെ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഇതൊരു പ്രൊഫഷൻ മാത്രമാണ്, അത്രേ ഉള്ളൂ. പ്രൊഫഷൻ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാൾക്ക് അറിയില്ലായിരിക്കും എത്ര പേര് ഈ പ്രൊഫഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നൊക്കെ, വെറുതെ അങ്ങ് പറഞ്ഞായിരിക്കും. ആയിരിക്കും. പക്ഷെ എനിക്ക് ബംഗാളിൽ അറിയാം കേട്ടോ. ബംഗാളിൽ അറിയാം. 3 പേരുണ്ട്. എനിക്ക് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് കുറച്ച് പേരുണ്ട്. ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എന്തോ ഈ രാജ്യം. അതുമല്ല, ഇത് നല്ല പ്രൊഫഷനാണല്ലോ. നല്ലൊരു പ്രൊഫഷനാണ്, വളരെ അത്യാവശ്യമുള്ളൊരു പ്രൊഫഷനാണ്. അതൊരു മോശം പ്രൊഫഷനായിട്ട് ഞാൻ എന്നെ ഒരിടത്തും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അതിനെ മോശമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ക്ലബ് ഹൗസിൽ ഒരു പേജ് അല്ല ഒരു ഗ്രൂപ്പ് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്താ ഓർമ്മയുണ്ടോ? നളിനി ജമീല ചേച്ചിയൊക്കെ വന്ന് പുള്ളിക്കാരി വന്ന് നമ്മളോട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അത് ഇപ്പോഴും എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇതിനെ ലീഗലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഇവർക്ക് ഈ പറഞ്ഞ പോലെ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ളവർക്കുള്ള നിയമ സംരക്ഷണങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഒന്നാം തരം ഡിസ്കഷൻ, നല്ല കിടിലം പാനൽ വന്നിരുന്ന് ആദ്യം ക്ലബ് ഹൗസ് ഈ പരിപാടി ഇട്ട് ഞാൻ നമ്മൾ ഉണ്ടാകുന്ന പേജില്ല, അല്ല എന്തോ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തോ ഒരു സാധനം അന്ന് ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് അതിനകത്ത് ആകെ ഒരു 4-5 ടോപ്പിക് ഇട്ടത് ഇതൊക്കെ. ആദ്യത്തെ എനിക്കൊന്ന് ഇത്, പിന്നെ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നും, പിന്നെ യുത്തനേഷ്യ അതിനകത്ത് ലീഗലൈസ്. ഈ 3 പരിപാടി മതിയല്ലോ, നമ്മുടെ ജീവിതം സുഖമായില്ലേ, കാര്യങ്ങൾ ഇത്രയൊക്കെ. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തു മറന്നുപോയി. അത്രയ്ക്ക് 3-4 ചർച്ച നടത്തിയപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ വന്നു. ഇതേപോലെ എന്താ പറയുക, ആക്ടിവിസ്റ്റുകൾ സംസാരിച്ചു, പിന്നെ അഡ്വക്കേറ്റ്, സൈക്കോളജിസ്റ്റ്, വള്ളിയിലച്ചൻ, എല്ലാ ടീമും വന്ന് സംസാരിച്ചാന്ന്. അപ്പൊ അതുകൊണ്ട് ഈ രീതിക്കൊന്നും ഉള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെതിരെ കംപ്ലൈന്റ് ഉണ്ടാക്കി പോലീസുകാർക്ക് മെനക്കെടുത്തേണ്ട കാര്യം എന്താ? ഇത് എന്തോ ചെയ്യാൻ പോകുന്നേ? അതെങ്ങനെ സ്ത്രീത്വത്തിന് എങ്ങനെ അപമാനിക്കും? അപമാനമാവുന്ന എങ്ങനെയാ? പ്രോസ്റ്റിറ്റ്യൂഷൻ അപമാനമാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ഒരു തോന്നലുള്ളവരാണ് നിങ്ങൾ, നിയമം അറിയാത്തവരാന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആരായാലും ഇവിടുത്തെ ബോധമില്ല. അവരിപ്പോഴും മറ്റേ കൊലസ്ത്രീ കളിച്ച് നടക്കുമായിരിക്കും. വല്ല ശബരിമലയ്ക്ക് വല്ല പോയി കറങ്ങാനാണല്ലേ അല്ലേ? ആയിരിക്കും. അല്ലാതെ ഇതൊന്നും അറിയാതെ ചുമ്മാ അപ്ഡേറ്റഡ് അല്ല. ഏതോ കാലത്തെ പണ്ട് സിനിമയിലൊക്കെ വന്ന് അഭിനയിച്ച് കറങ്ങിപ്പോയതല്ലാതെ വേറെ ഒന്നും അറിഞ്ഞു കാണത്തില്ല. അത്രേ അറിയത്തുള്ളൂ. അതിന്റെ ഒരു കുഴപ്പമുണ്ട്, അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇതിനൊന്നും കയറി സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇത് സ്ത്രീകളുടെ മാത്രം പണിയല്ല പ്രോസ്റ്റിറ്റ്യൂഷൻ. സിനിമാ നടികൾ എന്ന് പറഞ്ഞതിനാണ് പ്രശ്നമെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണുങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. ചില പ്രോസ്റ്റിറ്റ്യൂട്ട്സ് സിനിമാ നടികളാണ്. അതെ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ചില എസ്കോർട്ട് സർവീസ് ചെയ്യുന്നവര് സിനിമാടികളാണ് എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്താ പ്രശ്നം? അതിനകത്ത് കുഴപ്പമുണ്ടോ? ചില ജിഗോളോസ് ഒക്കെ ചിലപ്പോ സിനിമാ നടന്മാരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു രാജ്യമാണോ ഇതൊക്കെ? താൻ എവിടെ നിന്ന് വരുന്നത്?
എന്തൊക്കെയോ പറഞ്ഞങ്ങ് വരുവാണ്. എനിക്ക് തോന്നുന്നു ഈ ആറാട്ടണ്ണന്റെ എതിരെ കേസ് കൊടുത്തിട്ട് ഒന്നുകൂടി ഒരു ഇത്ര നാളെ എവിടെയാണ് അറിയാത്ത ഒരാള് ആറാട്ടണ്ണക്കെതിരെ ആരും കേസ് കൊടുക്കൂ. എന്തൊരു അധപ്പതിച്ച ജീവിതമായിരിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോ മാത്രം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഈ ആറാട്ടണ്ണെ പിടിക്കുക എന്ന് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഫ്ലവേഴ്സ് ടിവിയിൽ പരിപാടി നടക്കണ്ട അങ്ങടിയല്ലേ? അവിടെ അത് കറക്റ്റ്. അതൊന്നും അറിയത്തില്ല. എന്തിനാ അധികം പറയുന്നത്? ഇത്ര ഭയങ്കര സ്ത്രീത്വം ഉള്ളവളാർന്നേല് ഇവളാ ഹേമ കമ്മിറ്റി റിമോട്ട് ഇറങ്ങിയ സമയത്തും ഈ പറഞ്ഞ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ പെണ്ണിവിടെ നിന്ന് കരഞ്ഞു കൂവിയപ്പോഴും ഇവളൊക്കെ എവിടെ വന്നു? അവക്ക് അപ്പൊ ഒന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇവളൊന്നും കണ്ടില്ലേ? ഇതെന്നാ ഒരു പ്രത്യേക പിന്നെ ഒരു ക്ലൈമറ്റ് ഉണ്ടോ? അതോ നട്ടുച്ചയ്ക്കാണോ സ്ത്രീത്വത്തെ ഉണരുന്നേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അല്ല, പ്രത്യേക സമയം വല്ല ഉണ്ടോ ഈ സ്ത്രീത്വത്തിന്? വേറെ ഒരു സമയത്തും ഇല്ലാത്തൊരു പ്രത്യേകതരം സ്ത്രീത്വം. അതെന്തൊരു പരിപാടിയാ? തനിക്കങ്ങനെ ഓരോരുത്തർക്ക് തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ട സാധനം അല്ല ഇതൊന്നാമത്. പിന്നെ വിവരക്കേട്, നല്ല ഒന്നാന്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നതും അത്ര വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. പിന്നെ ഇവിടെ ആൾക്കാർ മീഡിയ അടക്കമുള്ള ഒരു മണ്ടന്മാരെയും മണ്ടത്തരങ്ങളും പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ആറാട്ടൻ എന്ന് പറഞ്ഞാൽ എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ അത് വലിയ സംഭവമൊന്നും അല്ല. ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? സംഭവം അവിടെ ഇത് കംപ്ലൈന്റ് എടുത്തോണ്ട് പത്രത്തെ വാർത്ത കൊടുക്കാൻ കുറെ നിയമം എന്ത് ചെയ്യുന്ന എനിക്കറിയാം. നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആറാട്ടണ്ണൻ ഒരു പേഷ്യന്റ് ആണ്. അയാൾക്ക് വയ്യ. അയാൾ ഇതല്ല ഇരുമ്പെന്ന് പറയും. അതെ, കോടതി ചെന്ന സാധനം അവിടെ നിൽക്കൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഇത്ര ഒരു പരാതിയായിട്ടൊക്കെ വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം പോലീസുകാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കരുതോ? എന്താ ഈ പോലീസുകാർ അത് ചെയ്യാത്തെ? എടാ, നമ്മൾ ചെല്ലുമ്പോ നമ്മോട് 10 തരത്തിൽ തോക്കുണ്ട്, തോക്കിന്റെ ഉണ്ടയുണ്ട് എന്നൊക്കെ പറയുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് ഇത് പറഞ്ഞു കൊടുക്കാഞ്ഞ്? എടാ, ഞാൻ തോക്കും കൊണ്ട് വന്നവനെതിരെ പരാതി കൊടുത്താൽ പറയാം അത് ഒറിജിനൽ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആ തോക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, തോക്കൊന്നും അവൻ്റെ ഇല്ല. എന്തെല്ലാം പറഞ്ഞാൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന കേസ് കൊടുക്കാതിരിക്കാൻ അല്ലേ? പരാതി കൊടുക്കുമ്പോൾ ഉടനെ അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന പോലീസ് ഇവിടെ നമ്മുടെ ജീവനപായത്തിലാന്നാ പറയുന്നത്. അതിനില്ലാത്തൊരു ബുദ്ധിമുട്ട് പോലീസിനെന്ന് വെച്ചാൽ ഇതുപോലെ തീട്ട കേസ് പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. വെറും തീട്ടം കണ്ടു കഴിഞ്ഞാൽ വാരി തിന്നിവിടും. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് അതെന്തിനു വലിയ സംഭവമാക്കി ഇന്നടത്തോട്ട് പോയി. ഈ ആറാട്ടൻ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്തോ ഇവര് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യോ? ഈ പരിപാടിക്ക് ചവിട്ടി പൊളിക്കുമായിരിക്കും, കഥയൊക്കെ ചവിട്ടി പൊളിച്ച് കയറി അറസ്റ്റ് ചെയ്യുമായിരിക്കും. ആറാട്ടനെ പോകരുത് ശരിക്കും അല്ലേ? അറിയട്ടെ എല്ലാരും പോലീസിന്റെ പണി എന്താന്ന്. ഇവിടെ ഓൾറെഡി പോലീസിന് നല്ല പണിയുണ്ട്. ആ തൊപ്പിയെ പിടിക്കണം, എന്നെ പിടിക്കണം, ആറാട്ടനെ പിടിക്കണം, ആലിൻ ജോസിനെ പിടിക്കണം, പിന്നെന്തോ വേറെ ആരാന്ന് സഞ്ജു ടെക്കിയെ പിടിക്കണം, കാറിൽ വെള്ളം, മണവാളിനെ പിടിക്കണം. എന്ന് വെച്ചാൽ കേരളം കണ്ട മെയിൻ ടീമുകളാണ് ഇവരൊക്കെ കേട്ടോ. ഇവിടെ ഇത്ര കൊലപാതകം നടന്നത് അവന്മാർക്ക് അറിയാൻ പറ്റിയില്ല. ഇത്ര MDMA ഒഴുകിയത് ഇവന്മാർ അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിയിട്ട് MDMA വേട്ട, മറ്റേ വേട്ട, എല്ലാ വീട്ടിലും MDMA ഇരിക്കും. ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നാൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ പിടിക്കുന്നതാണോ വലിയ പിടുത്തം? അതാണോ പിടുത്തം? ഇതിപ്പോ ഏത് വീട്ടിൽ ചെന്നാലും കിട്ടുമെന്ന്. ഏത് പിള്ളേർ താമസിക്കുന്ന റൂമിൽ ചെന്നാലും ചിലപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ തരികെ കിട്ടും. കിട്ടി, വലിയ സംഭവമാണ്, ഞാനങ്ങ് പിടിച്ച്. അയ്യേ, ഇത് എവിടെ കൂടെ വന്ന് അങ്ങനെ ഉണ്ടല്ലോ? ഇത്രയും നാളെ നിങ്ങൾ എവിടെ വന്നു? ഇത്ര ആൾക്കാർ കൊല്ലേണ്ടി വന്നു, ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടി വന്നു. അപ്പോഴേ പറഞ്ഞു ഇവിടെ MDMA ഉണ്ട് കേട്ടോ. കാഷ്ട നാണക്കേടെന്ന് പറഞ്ഞാ മതിയോ? അതൊരു നാണക്കേടല്ലേ? അതിനിടയിൽ ആറാട്ടനെ കൊണ്ട് വന്നപ്പോൾ അതിന്റെ പരാതി സ്വീകരിച്ചു പോലും. എന്തിന്? ഇതെന്ത് പരാതി? ആദ്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊന്ന് ആലോചിക്കുക. എവിടെയാണ് അതിനകത്ത് സ്ത്രീത്വത്തെ അവമാനിച്ചത്? ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആറാട്ടണ്ണൻ ഈ ബോധമില്ലാതെ അയാൾക്ക് വെളിവില്ലാതെ അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിക്കോ. അതെ, അത് ചെയ്യിക്കണം. അത് വേണം, പോലീസിന് വേണം വാൺ ചെയ്യാം. അത് വളരെ നല്ല കാര്യമായിരിക്കും. അയാൾ ഇന്ന പോസ്റ്റ് ഇടരുത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത് പോരാ, സ്ത്രീത്വത്തെ അപമാനിച്ചു, ഈ സാധനം പോരാ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചത് ഈ പരാതി കൊടുത്ത ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു തൊഴിലിനെ ഇപ്പൊ സ്ത്രീന്ന് മാത്രമല്ല കോടതി പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞ തൊഴിലിനെ അവമാനിക്കുന്നതാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവരെന്താ മറ്റടുത്ത ആളും ബാക്കി പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരൊക്കെ വളരെ മോശക്കാരും അവർക്കൊരു ധാരണയുണ്ടോ? അതെന്ത് ധാരണയാ? ഇത് ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉപജീവനമാർഗം നടത്തുന്ന ഒരുപാട് മനുഷ്യരുള്ളിടത്ത് അവൾ വന്നിട്ട് പറയുക ഇത് ഭയങ്കര മോശമാണ്. ഇവളാരാ? എനിക്കറിയാൻ പറ്റാ. ആ കുലസ്ത്രീ അങ്ങോട്ട് മാറി എന്നേന്ന് പറയണം. പോലീസുകാർ എന്തോ നോക്കിയിരിക്കുവാന്ന്. നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്തോ? എനിക്കറിയത്തില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തോ മോശം.
അവിടെ ഇരിക്കുന്ന സദാചാരവാദികളായ വല്ല പോലീസുകാരായിരിക്കും കേട്ടോ, വല്ല അതും ഈ ശബരിമല പോയി പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അയ്യപ്പ എന്നൊക്കെ വിളിച്ച് വലിയ ഓഫീസറാ. ഈ IPS കാരൊക്കെ നിന്നുണ്ട് അയ്യപ്പ ഭക്തി ഗാനം പാടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ, അത് ഭയങ്കര നാണക്കേടായി പോയി കേട്ടോ. ഒരു രാജ്യത്തും ഇങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, റോക്കറ്റ് ഒക്കെ വിടുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി മറ്റേ ഇത് ചെയ്യുന്നുണ്ടെ പിന്നെ പോലീസുകാർക്ക് ആവാം. അതെ, അതൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എന്തോ പോലെ ഇതിനകത്തൊരു അബദ്ധമുണ്ട്. അബദ്ധം വലിയ അബദ്ധമാണ്. അത് ചെറിയ അബദ്ധമൊന്നുമല്ല. ഈ ആറാട്ടണ്ണൻ പോലീസുകാരൊന്നും വിളിച്ചാൽ പോകേണ്ട കാര്യം ആറാട്ടണ്ണൻ ഇല്ല. ഈ കേസ് കാര്യം എന്ന് പറയുന്നത് ഇതെന്തോ വലിയ മഹത്തരമായ എന്തോ ഒരു സ്ത്രീകൾക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച പോലെയൊക്കെ ആണെങ്കിൽ ഇവര് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് ഈ പറഞ്ഞ സാധനത്തിനകത്ത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞൂടായിരിക്കും. മേ ബി മറ്റേ വായിന് പൊടി വന്നില്ല എന്ന് പറഞ്ഞ അതുപോലൊരു പൊടിയായി ഇവർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടായിരിക്കും. അപ്പൊ ഇവർക്ക് അറിഞ്ഞൂടെങ്കിൽ ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ സാധനം പറയണത്. മനസ്സിലാക്കിക്കോ. ഈ വീഡിയോ ഒന്നും അവർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് അറിയത്തില്ല, അവർക്ക് അതിനുള്ള വിവരം കുറവാ. അത്രേ ഞാൻ പറയത്തുള്ളൂ. വിവരക്കേടെന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. വിവരം കുറഞ്ഞിരിക്കുന്നത് ഒരു മോശം കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അയാളെ ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല. അവര് ഇനിയിപ്പോ എന്താ വേണമെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അറിയണം. അത് അറിയാൻ വേണ്ടിയാണ്. പോലീസുകാർക്ക് അറിയത്തില്ല. ഇത് കണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. പറയുന്ന ആൾക്കും ഈ പരാതിക്കാരിക്കും അറിയില്ല, പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ അറിയാൻ പാടില്ലാത്ത ഈ പരാതിക്കാരിക്കും പോലീസുകാർക്കും എല്ലാവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിട്ട് ചില നടികൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിനാ ഇത്ര കൊള്ളുന്നത്? അതെന്താന്ന് അത് വേറെ ചോദ്യമാണ്. എനിക്കറിയത്തില്ല അവരെന്തിനാ അതിനകത്ത് അത്ര ദണ്ഡപ്പെടുന്നത്. ആ നടി വരട്ടെ, മനസ്സിലായില്ല. അങ്ങനെ ഓക്കെ, അങ്ങനെ ഒരു നടി ഉണ്ട്. ഞാൻ പറയാം എങ്ങനെയാന്ന്. ഒരു നടി പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് പെയ്ഡ് സെക്സ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവർ പോകുന്നു. അവരെ അപമാനിച്ചെന്ന് പറയുന്ന രീതിയിൽ അവർക്ക് തോന്നണമെങ്കിൽ പിന്നെയും പ്രശ്നമുണ്ട്. പേരെടുത്ത് പറയുക, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷെ അവർക്ക് വേണേൽ പബ്ലിക്കിൽ പറയാം, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇത് കേട്ടപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി, അതെന്നെ പേഴ്സണലി വേദനിപ്പിച്ചു, ആറാട്ടൻ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ ആറാട്ടൻ അടുത്ത ദിവസം സോറി ഞാൻ ചെയ്തത് തെറ്റായി പോയി ഇടുന്നു. അത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നിങ്ങൾക്ക് ആറാട്ടണ്ണനെ അറിയില്ല. രണ്ട്, നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ധാരണയില്ല. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുള്ളത്. പോലീസുകാർക്ക് ഇത് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചൊന്നും പറഞ്ഞ ഒരു കേസ് എടുക്കുമോ? എങ്ങനെയാ ഏത് സ്ത്രീയെ അവിടെ അപമാനമാകുന്നത്? കേസ് എടുത്തിട്ടില്ല, പരാതി എടുത്ത് കേസ് FIR ഇട്ടിട്ടൊന്നുമില്ല. FIR ഇട്ടില്ല, ഇതിനകത്ത് ഇടത്തില്ല. എങ്ങനെ ഇടാൻ ഇതും പറഞ്ഞോണ്ട് ഈ ഒരു ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ പറയുന്ന ഒരുത്തൻ, അതിലും വലിയ മണ്ടത്തരമാണെന്ന് പറഞ്ഞോണ്ട് വേറൊരുത്തി. ഇവര് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ചെറിയ സാമ്യമുള്ള പോലെ തോന്നുള്ളൂ. അല്ല, അയാൾ ഇത്രയും മണ്ടത്തരം പറയുമ്പോൾ അതിലും വലിയൊരു മണ്ടത്തരം പറയാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന സ്ത്രീത്വത്തെ അവമാനിച്ചെന്നൊക്കെയാ. സിനിമാ നടി എന്ന് പറയുന്നത് മാത്രമാണോ സ്ത്രീ? അങ്ങനെ ഒരു ധാരണ തെറ്റാ. ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീയും, അതായത് ആറാട്ടണ്ണന്റെ അമ്മ അടക്കം അതിനകത്ത് പെടും. വേറൊരു കാര്യമുണ്ട്, ഈ സിനിമാ നടി എന്ന് പറയുമ്പോ ഇയാള് മലയാള സിനിമാ നടി എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. അത്രേ പറയാം, സിനിമാടിന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇവരെന്തിനാ വരുന്നത്? പിന്നെ ഈ വളിക്ക് വിളി കേൾക്കുന്ന എന്തിനാ? ഇവനെ എവിടുത്തെ സിനിമാടിയുടെ കാര്യം പറയുന്നത് ആർക്കറിയാം? ഇനി അതൊക്കെ തെളിയിക്കണം. ആറാട്ടനോട് ചോദിച്ചാൽ ആറാട്ടൻ പറയാം അങ്ങ് അമേരിക്ക എന്ന് പറയും. ഹോളിവുഡിലെ ചില നടികളുണ്ട്, അവര് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ല ചെയ്യുന്നത്, ചിലപ്പോ പോൺ സ്റ്റാർസ്, പോൺ ആക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അതിനെ ആറാട്ടണം വേണേ പോൺ സ്റ്റാർസിനെ കണ്ടപ്പോ ഓക്കെ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ജോണി സിൻസ് ഒരു ഇത് സിനിമ കണ്ടാന്ന് പറയും വേണേ. അങ്ങനെ അത് അത്രേ ഉള്ളൂ. അതിന് പിന്നെ ഇയാളെ വിളിച്ചു നിർത്തി പോലീസുകാർ ഡ്രാമ കളിക്കുക, ആറാട്ടനെ വിളിച്ചു വരുത്തി അതിന്റെ വീഡിയോ എടുക്കുക, ആറാട്ടനെ അറസ്റ്റിൽ നിന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊന്നുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുതേ. നല്ല മണ്ടത്തരമായിരിക്കും, ലോക മണ്ടത്തരമായിരിക്കും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. എടോ അതൊന്നും അത് പിന്നെ ഒരു കാര്യമുണ്ട്. ഇവര് പോലീസുകാർ വിളിച്ചിട്ട് ഇവനോട് പറയും പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം, ഇങ്ങനത്തെ പോസ്റ്റ് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ഇനി അടുത്ത നിനക്കിട്ട് സാധനം തരുമെന്ന് പറഞ്ഞ് വിടും. കാരണം അതാ വേണ്ടത്. ആറാട്ടനോട് പോലീസുകാരത്തും വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനത്തെ പോസ്റ്റ് ഇടരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ പോസ്റ്റ് ഇടരുത്. ഈ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞ് ഡിലീറ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞു എന്തിനാ അത് വെച്ചോണ്ടിരിക്കുന്നത്, അങ്ങനത്തെ പോസ്റ്റ് എന്തിനാ ഇടുന്നത്? അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആരും എടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞോ താൻ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക, അത് കണ്ടിട്ട് എന്തിനാ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ ഉടനെ പുള്ളി ഇന്ന് വിളിച്ചു പറഞ്ഞപ്പോ കേട്ടോ, ഞാൻ സീക്രട്ട് ഏജന്റിനെ വിളിച്ചു ചോദിച്ചു, സീക്രട്ട് ഏജന്റ് പറഞ്ഞു ഇട്ടോളാം കുഴപ്പമില്ലെന്ന്. എന്നിട്ട് അവൻ തന്നെ ചിരിക്കുക, അവൻ അങ്ങനെ പറഞ്ഞെന്ന് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഇട്ടേക്കുവാ, എന്നെ പറ്റി ഇപ്പൊ ഇത് വരുമെന്ന് വീഡിയോ ഉണ്ടാക്കുമെന്ന്. എന്റെ പോന്നെ സീക്രട്ടേ, നിനക്ക് എന്തിന്റെ കേടാ? ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ആറാട്ടൻ ആരാന്ന്.
ഇത്രയും കണ്ടിട്ടും പിടികിട്ടിട്ടില്ല. ഇവർക്ക് ആറാട്ടന് വേണ്ടി രഹസ്യമായിട്ട് എനിക്ക് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തത് സീക്രട്ട് ഏജന്റാണ്, ലോകത്ത് മൊത്തം അറിയിച്ചത് ആറാട്ടൻ. ഇത് എവിടെ നിന്ന് വന്നതെന്ന് ആറാട്ടൻ പറയുന്നുണ്ട്. വീണ്ടും ആറാട്ടൻ ഇതുപോലത്തെ ഒത്തിരി പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ആറാട്ടൻ്റെ ഒരു പോസ്റ്റ് വരും, അത് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവൻ ഈ ആറാട്ടനല്ല ആരെങ്കിലും സീക്രട്ട് ഏജന്റിനെ വിളിച്ചു ചോദിക്കൂ. ഇതുപോലെ വണ്ടിക്കകത്തിരിക്കുന്ന വേറൊരുത്തനില്ലേ, അല്ല വണ്ടിക്കകത്ത് സ്ഥിരമായിട്ടിരിക്കുന്ന, ഞാൻ പണ്ടും പലയിടത്തും ഇരിക്കാറുണ്ട്, ഏജന്റ് ആണ് പോലും. സീക്രട്ട് ഏജന്റ് എന്നാ പേരാ? എടാ ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത്. സീക്രട്ട് ഭയങ്കര രസമാണ്. സീക്രട്ട് വീഡിയോ പരിപാടി ഭയങ്കര രസമാണ്. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൂ ഇത്. ഞാനങ്ങനെ ഞാൻ പണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ തന്റെ എന്തോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ കളിന്റെ വീഡിയോ കാണുന്നത്. അവിടെ ഇവിടെ തൊടത്തില്ല ഒരു വിഷയം, ആ വിഷയത്തിന്റെ രണ്ട് അഭിപ്രായം ഉണ്ടാവല്ലോ. അമ്മയെ തല്ലിന് 2 വർഷം പറയുമല്ലോ. അപ്പൊ ആദ്യം അപ്പുറത്തെ പക്ഷം പറയും, അവരെന്ത് പറഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് പറഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിയങ്ങടെ അവസാനിപ്പിക്കും. എനിക്കൊന്നും പറയാനില്ലെന്ന്, ഇതിനകത്തൊക്കെ ഞാൻ എന്ത് പറയാനാണ്. അതുപോലത്തെ പരിപാടിയാടോ. ഏതോ ഈ യൂട്യൂബർമാരെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും ആ നിലപാടുള്ളവരില്ല കേട്ടോ. അവർക്ക് അവരുടേതായ ഒന്നുമില്ല. അവർ ചുമ്മാ എന്തോ രാവിലെ എന്നിട്ട് അത് കണ്ടു ഇത് കണ്ടു ഇവിടെ പറഞ്ഞപ്പോൾ അതല്ലേ തോന്നിയത്, ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. സ്ക്രീനിൽ എന്തോ കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നാ പറയുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. കുറെ കഴിയും നിനക്കത് മനസ്സിലാവണമെന്നുണ്ട് അല്ലേ. പണ്ട് ഇതുപോലെ കുറെ സാധനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പഴാ അതൊക്കെ നിന്ന് കണ്ടോ. അതുപോലെയുള്ള ഈ നോട്ടം ഇങ്ങനെ ഇരുന്നിട്ട് ഓട്ടെ. ശരി എന്നാ പ്രസ് മൈ ബെൽ ബട്ടനെ സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ഇടണേ, ലൈക്ക് ചെയ്യണേ. ഇല്ലെങ്കിൽ എനിക്ക് അരി മേടിക്കാൻ പറ്റത്തില്ല.